ഗോകുൽ തന്നെ തുടരുന്നുണ്ട്. ഗോകുൽ, ആ സമയത്ത് നമുക്ക് ഓർമ്മയിലുണ്ട് ഈ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ അവിടെ വീടിനോട് ചേർന്നുള്ള ആ പ്രദേശത്തുള്ള ഒരു കാട്ടിലേക്ക് പോയതും തെരച്ചിൽ നടന്നതും ഭക്ഷണം കഴിക്കാനാവാതെ തളർന്നും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 2-3 ദിവസം മുഴുവൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഈ കൊടും കുറ്റവാളിയായിരുന്നു. അയാളുടെ ഒരു ചരിത്രം വെച്ച്, മുൻകാല ചരിത്രം വെച്ച് എത്രത്തോളം വലിയ ക്രിമിനലാണ് ഇയാൾ, ഈ കോടതി ഒരുപക്ഷെ വിധിക്കാൻ സാധ്യതയുള്ളൂ. ഒരു കൊലപാതകം നടത്തി ജാമ്യത്തിലിരിക്കെ ആ കൊന്ന ആളുടെ തന്നെ ഭർത്താവിനെയും അവരുടെ അമ്മയെയും കൊലപ്പെടുത്തുക, അത് ഈ നിയമ ചരിത്രം വെച്ച് നോക്കുമ്പോൾ തന്നെ എത്രത്തോളം അപൂർവമായ സംഭവമാണ്. ഏറ്റവും വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. കാരണം ഒരു കൊലപാതക പ്രതികരണം കൂടി വന്നിരിക്കുന്നു. ഒന്നും പറയാനില്ല എന്ന ചെന്താമരയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഗോകുൽ പറഞ്ഞോളൂ. ഇതിൽ BNS 103, 126 എന്നീ വകുപ്പുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് വധശിക്ഷയും ഒന്ന് കൊലപാതകവും അതോടൊപ്പം തന്നെ മറ്റൊന്ന് അന്യായമായി ഒരാളെ തടഞ്ഞു നിർത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നീ വകുപ്പുകളാണ്. ഈ 2 വകുപ്പുകളുമാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇതിൽ കൊലപാതക കുറ്റത്തിന് പരമാവധി ലഭിക്കാവുന്ന ശിക്ഷ വധശിക്ഷയും അല്ലെങ്കിൽ ജീവപര്യന്തം, ഈ 2 ശിക്ഷ മാത്രമേ ഇതിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതിൽ ഇനി കോടതി എന്തെല്ലാം കണ്ടെത്തും, ഏത് ശിക്ഷയാണ് ചെന്താമരയ്ക്ക് നൽകുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഒരു കൊലപാതകം നടത്തി ജാമ്യത്തിലിറങ്ങിയ വ്യക്തിയാണ് അയാൾ. വീണ്ടും ആ കേസിലെ പരാതിക്കാരനെ അല്ലെങ്കിൽ ആ കേസിലെ ആ ഇരയുമായി ബന്ധപ്പെട്ട ആളുകളെ, ബന്ധുക്കളെ കൊല്ലുന്നു എന്നുള്ളത് അതീവ ഗൗരവകരമായ വിഷയമാണ്. അത് കോടതി അതിൻ്റെ ആ അർഹിക്കുന്ന പരിഗണനയിൽ തന്നെ അതിൽ കാണും എന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ശിക്ഷാവിധിയായിരിക്കും കോടതിയിൽ നിന്നുണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതെപ്പോൾ ഇനി ശിക്ഷ പ്രഖ്യാപിക്കും എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കണ്ടറിയണം. ഇതിൽ ചെന്താമര ഈ കുറ്റം ഇതിന് ശേഷം, ഈ വിധി പ്രസ്താവത്തിന് ശേഷം കോടതി ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് പറയുന്നത്. കൊലപാതക കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. കൊലപാതക കുറ്റത്തിന് പരമാവധി ലഭിക്കാവുന്ന 2 ശിക്ഷകൾ, ഒന്ന് വധശിക്ഷയും മറ്റൊന്ന് ജീവപര്യന്തമാണ്. ഇതിലെന്താണ് ചെന്താമരയ്ക്ക് ലഭിക്കുക എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലൊക്കെ തന്നെ നമുക്ക് കാണണം. ഇപ്പോൾ കോടതിയുടെ വിധി പ്രസ്താവം തുടരുകയാണ്. കൊലപാതകം കുറ്റം തെളിഞ്ഞു എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് ലിഷോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ചെന്താമര കോടതി ചോദിച്ചപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത്. പ്രധാനമായും 2 വകുപ്പുകളാണ്. BNS 103/1, 126/2 എന്നുള്ളതാണ്. ഒന്ന് കൊലപാതക കുറ്റവും മറ്റൊന്ന് അന്യായമായി ഒരാളെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്, അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളതാണ്. ഈ 2 കുറ്റങ്ങളുമാണ് പ്രധാനമായും തെളിഞ്ഞിരിക്കുന്നത്. ഇതിൽ കൊലക്കുറ്റം തെളിഞ്ഞതുകൊണ്ട് തന്നെ അതിന് പരമാവധി ശിക്ഷ വധശിക്ഷയാണ്, അതല്ലെങ്കിൽ ജീവപര്യന്തമാണ്. അപ്പോൾ ഈ 2 ശിക്ഷയിൽ ഏതെങ്കിലും ഒരുപക്ഷെ ചെന്താമരയ്ക്ക് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി നിരീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് വഴിയെ മാത്രമേ അറിയാൻ കഴിയൂ. ഒരുപക്ഷെ ഈ വിധിയിൽ ഇനി ശിക്ഷ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ചില വാദങ്ങൾ ഉണ്ടാകാം. പ്രതിക്ക് അല്ലെങ്കിൽ പ്രതിയുടെ അഭിഭാഷകനൊക്കെ പറയാൻ എന്താണുള്ളത് എന്നുള്ളത് കോടതി കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അതിനുശേഷമായിരിക്കും ഇതിൽ ശിക്ഷ എന്തായിരിക്കും എന്ന് പറയുക. അതൊരു പക്ഷേ ഇന്നുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ ആണ് ഉണ്ടാകാൻ സാധ്യത. കേരളം കാത്തിരുന്ന വിധി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അന്നത്തെ ദിവസം നമുക്കാർക്കും മറക്കാൻ കഴിയില്ല. 36 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ചെന്താമരയെ കണ്ടെത്തിയത്. ജനുവരി 2025 ജനുവരി മാസമാണ് ഈ സംഭവം ഉണ്ടായത്. ജനുവരി 27-ാം തീയതി. ആ ദിവസങ്ങൾ ആർക്കും മറക്കാൻ കഴിയില്ല. അത്രമാത്രം മനുഷ്യനെ മനസാക്ഷിയാകെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. സജിത എന്ന് പറയുന്ന ഒരു യുവതിയെ, ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്നു. വളരെ ക്രൂരമായൊരു കൊലപാതകമാണ് നടന്നതെന്നാണ് പ്രോസിക്യൂഷൻ്റെ കേസ്. ആ കേസിലാണ് ഇപ്പോൾ കൊലക്കുറ്റം തെളിഞ്ഞത്. ആ 2 പേരെ കൊന്ന ആ കേസിൽ ആ പ്രതി ചെന്താമരയ്ക്ക് ഇനി എന്ത് ശിക്ഷയാണ് ലഭിക്കുക? അയാൾക്ക് ജീവപര്യന്തമാണോ, അതോ വധശിക്ഷയാണോ, അതോ മറ്റേതെങ്കിലും ശിക്ഷയാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കോടതി വിധി പ്രസ്താവത്തിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. വരുന്ന മണിക്കൂറുകളിൽ അതുണ്ടാകും. അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി തന്നെ എന്താണ് ശിക്ഷ എന്ന് അറിയാൻ കഴിയും. ഇപ്പോഴും ഈ വിധി പ്രസ്താവം തുടരുകയാണ്. നമ്മളുടെ റിപ്പോർട്ടറായിട്ടുള്ള ലിഷോ കോടതിക്കകത്തുണ്ട്. ലിഷോയാണ് തത്സമയം ഈ വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതും. ഏതായാലും കൊലക്കുറ്റം തെളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.